പ്രേമം സിനിമയുടെ സെൻസർ കോപ്പി ഇന്റർനെറ്റിൽ പ്രചരിച്ച സംഭവത്തിൽ അന്വേഷണം സിനിമാ മേഖലയിലേക്ക് നീങ്ങുന്നു. സിനിമാ മേഖലയിലെ പല പ്രമുഖരും സംശയത്തിന്റെ നിഴലിലാണെന്നാണ് സൂചന. ഒരു ഛായാഗ്രാഹകന്റെയും 5 സിനിമാക്കാരുടെ മൊഴിയും രേഖപ്പെടുത്തി. അതിനിടെ ആന്റി പൈറസി സെൽ വഞ്ചനാക്കുറ്റത്തിന് കേസെടുത്തു. സിനിമയുടെ അണിയറ പ്രവർത്തകരെയും ചോദ്യം ചെയ്യും. കോഴിക്കോട്ടെ സിനിമാ പ്രവർത്തകരാണ് നിരീക്ഷണത്തിൽ ഉള്ളത്. സിനിമയുടെ അവസാന പണികൾ നടന്ന ചെന്നൈയിലും തിരുവനന്തപുരത്തെയും സ്റ്റുഡിയോയിലേക്കും അവിടെയുള്ള സാങ്കേതിക പ്രവർത്തകരുടെയും മൊഴി ഉടൻ രേഖപ്പെടുത്തുമെന്നും സൂചനയുണ്ട്. കൂടുതൽ പേരെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യുമെന്നാണ് അറിയുന്നത്. അതേസമയം സിനിമാ പ്രവർത്തകർക്കും പ്രേമം സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും മമ്മൂട്ടി പിന്തുണ അറിയിച്ചു. ഈ വിഷയമാണ് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ചർച്ചയിൽ നമ്മോടൊപ്പം ഫക്രുദ്ദീൻ അലി, സാമൂഹ്യ രാഷ്ട്രീയ നിരീക്ഷകൻ, ഒപ്പം തന്നെ സിനിമാ നിരൂപകൻ വിജയകൃഷ്ണൻ, ലിബർട്ടി ബഷീർ, ബി ഉണ്ണികൃഷ്ണൻ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മന്ത്രി തുടങ്ങിയവരെയും ചർച്ചയിൽ പ്രതീക്ഷിക്കുന്നു. ഫക്രുദ്ദീനിലേക്ക്. ഫക്രുദ്ദീൻ, ഇവിടെ 2 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഒരുപക്ഷെ കേരളത്തിൽ ഏറെ വിവാദങ്ങൾ ഉണ്ടാക്കി ചർച്ച ചെയ്യുന്ന ഒരു കാര്യം, അതിൻ്റെ നെല്ലും പതിരും പ്രാഥമികമായി പോലും തിരിയാൻ കഴിയാത്ത ഒരു സാഹചര്യം. നമ്മൾ അത് മാറ്റി നിർത്തിയാൽ കൂടി ഇതിൻ്റെ ദുരൂഹത സംബന്ധിച്ച് പല സംശയങ്ങളും പോവുകയും ചെയ്യുന്നു. ഒരുപക്ഷെ ഇതിൻ്റെ മുപ്പളമ തർക്കം എന്നൊക്കെ തന്നെ ഒരുപക്ഷെ പറയാവുന്ന തരത്തിലേക്ക് സിനിമയിൽ കൂടിയും അതിൻ്റെ പരിണിത ഫലങ്ങളും ഒരുപക്ഷെ ഇമ്പാക്റ്റും ഒക്കെ വന്നതിൻ്റെ ഫലമാണ് പ്രേമത്തിന് ഇത്രയും ഒരു അവസ്ഥ എത്തിയതെന്നും ഒരു ശതമാനം പേർ അല്ലെങ്കിൽ മറ്റൊരു വിവാഹം ആരോപിക്കുകയും ചെയ്യുന്നു. ശരിക്കും നിങ്ങളെപ്പോലെയുള്ള നിരീക്ഷകർക്ക് എന്തെങ്കിലും കാര്യങ്ങളെ വേർതിരിച്ച് കാണാൻ കഴിയുന്നുണ്ടോ? ഇത് 2 കാര്യങ്ങളാണ് പ്രസക്തമാവുന്നത്. ഒന്നാമത് സെൻസർ കോപ്പിയാണ് പോയത് എന്ന് പറയുന്നു. സെൻസർ കോപ്പിയാണ് പോയതെങ്കിൽ ഞാൻ മനസ്സിലാക്കിയെടുത്താൽ മലയാള സിനിമ സെൻസർ ചിത്രാഞ്ജലിയിലാണ്. ചിത്രാഞ്ജലിയായിട്ട് ബന്ധപ്പെട്ട അവിടെയുള്ള സെൻസർ ചെയ്യുന്ന കേന്ദ്ര ഗവൺമെൻറ് വേണ്ടിയിട്ടാണ്. ഒരു കേന്ദ്ര സർവീസിലുള്ള ഉദ്യോഗസ്ഥയാണ് ഇപ്പോൾ അവിടെ ചാർജ് എന്ന് തോന്നുന്നു. അവരുടെ അണ്ടറിലുള്ള ആരോ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കളിച്ചിട്ടുണ്ട്. ചിത്രാഞ്ജലിയായിട്ടൊരു ബന്ധം നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. കാരണം ചിത്രാഞ്ജലി നിന്നാണ് സെൻസർ ചെയ്തതെന്നാണ് എനിക്ക് കിട്ടിയ വിവരം. അങ്ങനെ അത് മുഖവിലേക്ക് എടുത്തുകൊണ്ടാണ് ലിബർട്ടി ബഷീർ കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ലിബർട്ടി, താങ്കൾ തുടരുക. അതിനു മുൻപ് ഫക്രുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ താങ്കൾ ചൂണ്ടിക്കാട്ടിയതുപോലെ അങ്ങനെ ഒരു സംശയം ഉടലെടുക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ചില സംശയങ്ങൾ പലകുറി വരുന്നുണ്ട്, മാധ്യമങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നു. സിനിമിക് പ്രവർത്തകരിൽ നിന്ന് തന്നെ ഇത്തരം കാര്യങ്ങൾ അന്വേഷണം നീളേണ്ടതുണ്ട്. നിലവിലെ സാഹചര്യങ്ങൾ പര്യാപ്തമല്ല. ഒരുപക്ഷെ സംവിധായകരെ പോലും പേരെടുത്താരെയും വിമർശിക്കുന്നില്ല. പലകുറി പോകേണ്ടതുണ്ട് എന്ന ആരോപണം ശക്തമാകുന്നത് ശരിവയ്ക്കാം. അല്ല, ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കാണേണ്ടത് എന്തുകൊണ്ട് അൻവർ റഷീദ് ഇത്തരം വികാര വിക്ഷോഭം കാണിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനൊരു പ്രധാനപ്പെട്ട അയാളുടെ തൊട്ട് മുമ്പുള്ള സിനിമ ബാംഗ്ലൂർ ഡേയ്സ്, ഇതിൻ്റെയും വ്യാജന ഇറങ്ങിയിരുന്നു. പൃഥ്വിരാജിൻ്റെ സിനിമയുടെ മുമ്പ് ഇറങ്ങിയത്. അപ്പോൾ മലയാള സിനിമയെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ അടുത്ത കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്ന ഈ പുതുമുഖ സംവിധായകരുടെ അല്ലെങ്കിൽ നിർമ്മാതാക്കളുടെ അല്ലെങ്കിൽ സോ കോൾഡ് ന്യൂ ജനറേഷൻ സിനിമകളാണ്. അപ്പോൾ ഈ ന്യൂ ജനറേഷൻ സിനിമകളാണ് പലപ്പോഴും മറ്റു സിനിമകൾക്ക് ഈ ഗതി ഇല്ലയെന്നല്ല, അടുത്ത നമ്മൾ കണ്ടത് ഈ ഒരു ജോണറിൽപ്പെട്ട ആളുകളുടെ സിനിമകളാണ് പലപ്പോൾ ഇങ്ങനെ ഈ രീതി പൈറസിയായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങളിൽ വരുന്നത്. താങ്കളിലേക്ക് എത്താം. ഇപ്പോൾ ലിബർട്ടി ബഷീർ, താങ്കൾ കാരണം ഡയറക്റ്റ് തന്നെ താങ്കളുടെ ശ്രദ്ധ ഞാൻ ഈ ചർച്ചയിലേക്ക് ക്ഷണിക്കുകയാണ്. കാരണം നമ്മൾ ഇതിൻ്റെ സാഹചര്യങ്ങളൊന്നും തന്നെ ഇനി കൂട്ടിക്കിഴിച്ചിട്ടോ അല്ലെങ്കിൽ ഒന്നും തന്നെ കാര്യമില്ല. കാരണം തലങ്ങൾ മാറി വരുന്നു. പക്ഷേ കാര്യമായ ഒരു സ്റ്റിക്ക് ഓൺ ചെയ്തൊരു കാര്യത്തിലേക്ക്, ഇതിൻ്റെ വ്യക്തമായ നിരീക്ഷണത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയുന്നുമില്ല. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ആണെങ്കിൽ അത് മുഖവിലേക്ക് എടുത്തുകൊണ്ട് ഏത് രീതിയിലുള്ള അന്വേഷണം, ആരെ ചോദ്യം ചെയ്യണം, താങ്കൾ പറയുന്നത് പോലെ? അല്ല, ഇവിടെ ഒന്നാമത് പറയാൻ വേണ്ടി ഇതിന്റെ സമയം വളരെ 16 ദിവസം കഴിഞ്ഞ് ഈ ചെയ്ത കൂട്ടക്കെല്ലാം എന്തെങ്കിലും ഡിലീറ്റ് ചെയ്യാൻ എല്ലാ സന്ദർഭവും നമ്മുടെ സിനിമാ ഭാഗത്ത് തന്നെ കൊടുത്തു കഴിഞ്ഞു. കാരണം നിങ്ങൾ ദൃശ്യമാധ്യമങ്ങളും ഇത്രയും ഇതിന്റെ പിന്നിൽ നിന്നുകൊണ്ടാണ് ഇവിടം വരെ എത്തിയത്. ഇന്നത്തെ ഈ പോലീസ് റെയ്ഡ് അതിനെല്ലാം നന്ദി പറയേണ്ടത് നിങ്ങളോടാണ്. സിനിമയിൽ നിങ്ങൾ ഇപ്പോൾ അടുത്ത കാലത്ത് ഏറ്റവും ചെയ്ത നല്ല കാര്യമാണ്. അല്ലെങ്കിൽ ആരും തേഞ്ഞു മാഞ്ഞു പോകാനോ കാരണം അൻവർ റഷീദിന് അതിനൊന്നും കഴിവില്ലാത്തൊരു വ്യക്തിയാണ്. ഒരു പാവപ്പെട്ട ഒരു വലിയ സിനിമയിൽ കഴിവുള്ള വ്യക്തിയാണെങ്കിലും ഈ മാതിരി കാര്യങ്ങൾക്കുള്ള അയാൾക്ക് ഒന്നും അറിയില്ല. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, കഴിഞ്ഞ പ്രാവശ്യം ദിലീപിന്റെ പടത്തിലും മോഹൻലാലിന്റെ പടത്തിലും ദൃശ്യത്തിലും ഈ പീഡിയ പൈസ എന്തെല്ലാം ബഹളം ഉണ്ടാക്കി എല്ലാ പ്രൊഡ്യൂസേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും അമ്മയും എല്ലാം ഒന്നിച്ചു നിന്നിട്ട് അതിനെ എതിർത്തിരുന്നത്. ഇപ്പോൾ ആൾ ഒറ്റപ്പെട്ടു പോയി. അൻവർ റഷീദ് തുടക്കം പോലേ ഒറ്റപ്പെട്ടു പോയി. ആരും സഹായിക്കാനില്ല. സഹായിക്കേണ്ട പ്രൊഡ്യൂസേഴ്സ് നിശബ്ദരായിരിക്കുന്നത്. ഇപ്പോഴും നിശബ്ദരായിരിക്കുന്ന പ്രൊഡ്യൂസേഴ്സ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കോ, തുടക്കം മുതൽ ഞാൻ പറഞ്ഞാൽ ഇത് സെൻസർ ബോർഡിന് സംശയത്തിന്റെ നിലയിലുണ്ടെന്ന്. അന്ന് അവർ കട്ടന്തയായിട്ട് പറഞ്ഞാൽ ഈ ബി ഉണ്ണികൃഷ്ണനും ഈ പ്രൊഡ്യൂസേഴ്സിന്റെ പ്രസിഡന്റ് അങ്ങനെ സെൻസർ ബോർഡിന് പ്രശ്നമില്ലാന്ന്. ഇപ്പം പ്രഗത്ഭനായ ഒരു ഡയറക്ടർ പ്രിയദർശനം പറഞ്ഞ് ഇതിന്റെ 1-ാം പ്രതി സെൻസർ ബോർഡാണുള്ളത്. അപ്പൊ അവിടത്തേക്ക് കാര്യം എത്തിക്കുകയും അപ്പൊ ആരെല്ലാം രക്ഷപ്പെടുത്താൻ വേണ്ടി ആരെല്ലാം ഇപ്പം
ഒരു കപടനാട് കളിച്ചു കൊടുക്കുന്നത്. ലിബർട്ടി താങ്കൾ പറഞ്ഞത് 2 പ്രമുഖ സംവിധായകരെ അല്ലെങ്കിൽ ചോദ്യം ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട് എന്ന്. അതിൽ താങ്കൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഞാൻ 2 പ്രമുഖ സമുദായത്തെ ചോദ്യം ചെയ്യാൻ വേണ്ടി പറ്റില്ല. അവരെ ഞാൻ പ്രിയദർശനും വി ഉണ്ണികൃഷ്ണനും പറയുന്നത് ഇപ്പം അവരൊന്നും ഒരിക്കലും ചെയ്യില്ല. കാരണം അവരുടെ ലിബർട്ടി ദയവായി തുടരുക. താങ്കളിലേക്ക് എത്താം. ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മന്ത്രി നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ തിരുവഞ്ചൂർ, എന്തുകൊണ്ട് ഈ സാഹചര്യങ്ങൾ ഇങ്ങനെ ഓരോ ദിവസങ്ങളും സങ്കീർണമായി നീങ്ങുന്നു? അതിൻ്റെ ഒരു കാരണങ്ങളിലേക്ക് നമുക്ക് പോകാൻ കഴിയുന്നില്ല. താങ്കളടക്കം മനസ്സിലാക്കിയിടത്തോളം വലിയ ഗൗരവമായ ഏരിയയിലേക്ക് ഈ കാര്യങ്ങൾ പോകുന്നുണ്ടോ? എന്തുകൊണ്ട് നമുക്ക് ഈ ഉത്തരം പൈറസിയിലേക്ക് അതിനൊരു വ്യക്തമായ ഒരു കാരണം കണ്ടെത്താൻ കഴിയാതെ പോകുന്നു? ഈ കാര്യത്തിനകത്ത് കാരണം കണ്ടെത്തിയേ മതിയാകൂ. അത് കാരണം മാത്രമല്ല, മൂലകാരണം തന്നെ കാണണം. കാരണം ഒരു ജീവിതത്തിലെ ഏറ്റവും അത്യുദ്ധാരം നടത്തി അവർക്ക് കിട്ടുന്ന അവരുടെ കയ്യിലെ പണം ഉപയോഗിച്ച് ഒരു പടം എടുത്തു കഴിഞ്ഞാൽ അത് റിലീസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് വ്യാജ CD ആയിട്ട് പുറത്തു വന്നാൽ പിന്നെ വിശ്വാസ്യതയോടുകൂടി രംഗത്ത് നിൽക്കാൻ അവർക്ക് സാധ്യമല്ലാതെ വരും. അതുകൊണ്ട് തന്നെ സിനിമാ രംഗത്തെ വിശ്വാസ്യതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഇതിലെ കുറ്റക്കാരെ കണ്ടേ മതിയാകൂ. അതിനെതിരായിട്ടുള്ള മാതൃകാപരമായ നടപടിയും ഉണ്ടായേ മതിയാകൂ. ആന്റി പൈറസി വിങ് കേരളത്തിൽ ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ ഇതിനു മുമ്പ് തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിശ്ചയമായും ആന്റി പൈറസി വിങ് ഈ കാര്യത്തിൽ വളരെ വളരെ ദൃഢനിശ്ചയത്തോടു കൂടിയുള്ള നടപടി എടുക്കും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ശ്രീ തിരുവഞ്ചൂർ, അവിടെ പറയുമ്പോൾ നമ്മൾ അതിന്റെ ആത്മവിശ്വാസം താങ്കൾ നൽകുന്നത് ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷേ ഇവിടെ ആന്റി പൈറസിക്ക് പോലും ഒരുപക്ഷെ പ്രാഥമികമായി ഇതിന്റെ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ മാനത്തേക്ക് നോക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. എവിടെ നിന്നാണ് ഇതിന്റെ സാങ്കേതിക വിദ്യ പോലും ഒരുപക്ഷെ പോകുന്നത് എന്ന് സംബന്ധിച്ച് അവർക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. പര്യാപ്തമാണോ നമ്മുടെ സാഹചര്യങ്ങൾ? അത്ര വലിയ ആത്മവിശ്വാസം നമ്മൾ നൽകേണ്ടതുണ്ടോ? ആത്മവിശ്വാസത്തിന്റെ പ്രശ്നമല്ല, ഇത് ക്രെഡിബിലിറ്റിയുടെ പ്രശ്നമല്ലേ. ഇവിടെ നമ്മളുടെ ഇന്ത്യൻ സിനിമ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നത്തിന് ഈ രൂപത്തിലൊരു മുഖമുണ്ടാകാൻ സാധ്യമാണോ? അതുകൊണ്ട് ഈ നിലപാട് ഒരിക്കലും നമുക്ക് അതിനോട് യോജിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അതിലെ കുറ്റക്കാരെ കണ്ടേ മതിയാവൂ. പോലീസ് പോലും കേസെടുക്കാൻ ഒരുപക്ഷെ മടിക്കുന്ന ഒരു സാഹചര്യമുണ്ട് തിരുവഞ്ചൂർ. അത്തരം ഒരു പഴിയാണ് ഒരുപക്ഷെ അൻവർ റഷീദിനെ പോലെയുള്ള നിർമ്മാതാക്കൾ പോലും ചൂണ്ടിക്കാട്ടിയത്. ഇത് സംബന്ധിച്ച് വ്യക്തമായ ഒരു അന്വേഷണത്തിലേക്ക് കടക്കുമ്പോൾ അല്ലെങ്കിൽ പരാതി ലഭിച്ചാൽ കൂടി ഗൗരവമേറിയ വിഷയമായി ഇതിനെ കാണുന്നില്ല. അതിന് പറ്റുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഏൽപ്പിച്ചാൽ മതി. നിശ്ചയമായിട്ടും അവർ കുറ്റക്കാരെ കണ്ടെത്തും. അതിനുവേണ്ടി താങ്കളുടെ ഈ ഒരു വാദഗതി മുഖവിലേക്ക് എടുത്തുകൊണ്ട് ഏത് രീതിയിലുള്ള ഒരു അന്വേഷണമാണ് ഒരുപക്ഷെ താങ്കൾക്ക് തന്നെ അറിയാമല്ലോ. കാരണം സിനിമാ മേഖലയിൽ പോലും സംശയത്തിന്റെ കരിനിഴലുകൾ ബാധിച്ചിരിക്കുന്നു. പലകുറി പ്രത്യാരോപണങ്ങൾ വരുന്നു. വലിയ ബിംബങ്ങൾക്ക് നേരെ പോലും ഇത്തരത്തിലുള്ള ആരോപണങ്ങളുടെ മുന നീളുന്നു. ഈ സാഹചര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഇക്കാര്യത്തിൽ വ്യക്തമായൊരു നിലപാട് അറിയിക്കാൻ കഴിയുന്നത്? ഞാൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് സംബന്ധിച്ച് അപ്പം തന്നെ ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെട്ടിരുന്നു. ഞാൻ അദ്ദേഹത്തിന് കത്ത് കൊടുത്തിട്ടുണ്ട്. നടപടി എടുക്കും എന്ന് അദ്ദേഹം എനിക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ആ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇതിന്റെ കുറ്റക്കാരെ ഇന്നല്ലെങ്കിൽ നാളെ കണ്ടെത്താൻ കഴിയും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. വളരെ നന്ദി ശ്രീ തിരുവഞ്ചൂർ. യാത്രയിലാണ്, തിരക്കിലാണെങ്കിൽ കൂടിയും നമ്മോട് പ്രതികരിച്ചതിന്. ലിബർട്ടി ബഷീർ, താങ്കൾ കേട്ട് കാണും മന്ത്രിയുടെ പ്രസ്താവന. ഇവിടെ ഇപ്പോഴും നമ്മൾ ചില കാര്യങ്ങളെ നെല്ലും പതിരും തിരിയാൻ കഴിയാത്തൊരവസ്ഥ. താങ്കൾ സൂചിപ്പിച്ചതുപോലെ കലക്കവെള്ളത്തിൽ ഇപ്പോഴും ആരെങ്കിലും മാറി നിന്ന് മീൻ പിടിക്കുന്നുണ്ടോ? കാരണം ഇന്നിപ്പോ പ്രൊപ്പഗൻഡ സെൻസർ ഓഫീസ് റെയ്ഡ് ചെയ്യുന്നില്ല. ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേ ലീവുള്ള സെക്കൻഡ് സെൻസർ ഓഫീസ് റെയ്ഡ് ചെയ്യുന്നുണ്ട്. പല ചാനലും വാർത്ത പോയിട്ടുണ്ട്. സെൻസർ ഓഫീസിൽ നിന്ന് സെക്കൻഡ് സാറ്റർഡേ ലീവാണ്. അവിടെ എങ്ങനെ റെയ്ഡ് ചെയ്യാൻ വേണ്ടി പൂട്ടിയ സെൻസർ ഓഫീസർ റെയ്ഡ് ചെയ്യാൻ? അപ്പൊ ആരൊക്കെയോ ഇതിന് പിന്നിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആവശ്യമായി വർക്ക് ചെയ്യുന്നുണ്ട്, പിന്നാലെ ഓടുന്നുണ്ട്, ഒരു പുകമറ സൃഷ്ടിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ഇവർക്കും പറഞ്ഞില്ല, ഇപ്പോഴുള്ള ഇന്ത്യൻ ടീമെല്ലാം ഇവിടെ കേരളത്തിൽ ഏറ്റവും നമുക്ക് ഗുണം കിട്ടിയ സമയത്ത് എന്തൊക്കെയായാലും VS സമയത്ത് ഋഷിരാജ് സിംഗ് 6 മാസം അദ്ദേഹം നിന്നിട്ട് കേരളത്തിലോ ഇന്ത്യയിലോ ഒരു മലയാള പദത്തിന്റെ വ്യാജ CD ഇറങ്ങിയിട്ടില്ല. അതാണ് പോലീസ് ഉദ്യോഗസ്ഥൻ. 6 മാസമേ ഉണ്ടായിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് ആരാണ് അയാളെ മാറ്റിയതായത്? ഇപ്പോൾ ഋഷിരാജ് സിംഗ് ഫ്രീ ആണ്. അയാളെ അങ്ങേക്ക് ഒരു 3 മാസം ചാർജ് കൊടുത്താൽ ഇതെല്ലാം പുറത്തു വരും. ഇപ്പൊ ഈ ടീം കൊണ്ട് എനിക്ക് തോന്നില്ല ഇത് വിളിച്ചിട്ട്. ഇതിൽ ഒരു പേഴ്സൺ മാത്രം ഇപ്പോൾ കാണുന്നില്ലോ.
കുറെ 5-8 പേരെ അറസ്റ്റ് ചെയ്യുക, കുറെ പിള്ളേരെ അറസ്റ്റ് ചെയ്യുക. ആ അന്വേഷണത്തിൽ സംശയിക്കുന്ന താങ്കളടക്കം സംശയിക്കുന്നു. ലിബർട്ടി ദയവായി തുടരുക. വിജയകൃഷ്ണൻ, ഇവിടെ ലിബർട്ടി എന്തായാലും ഒരു വാദഗതി ഉന്നയിക്കുന്നുണ്ട്. സംശയത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നു. നമുക്ക് ഇത്രയും ദിവസങ്ങൾ കഴിഞ്ഞു. ഒരുപക്ഷെ ഫക്രുദ്ദീൻ അടക്കം ഇവിടെ ചൂണ്ടിക്കാട്ടിയപ്പോൾ ഉന്നയിച്ച ഒരു സംശയമുണ്ട്. ബോധപൂർവമായ ഇടപെടൽ സിനിമാ മേഖലയിൽ തന്നെ ഉണ്ടാകുന്നുണ്ടോ? പ്രത്യേകിച്ച് കൊച്ചി കേന്ദ്രീകരിച്ച് ഒരുപക്ഷെ ന്യൂ ജനറേഷൻ സിനിമ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം തിരുവനന്തപുരത്തേക്ക് നീങ്ങുമ്പോൾ ചില ലോബികൾ പ്രവർത്തിക്കുന്നു ഉണ്ട് എന്നൊരു പക്ഷേ ഫക്രുദ്ദീനെ പോലെയുള്ളവർ സംശയം ഉന്നയിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അത് മുൻനിർത്തി നോക്കിയാൽ ഇത് കാണേണ്ട കൈകൾ ഒരുപക്ഷെ നമുക്ക് പാളയത്തിൽ തന്നെയാണോ? ഇത്തരം സംശയങ്ങൾ ഒന്നുമില്ലാതെ തന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഏറ്റവും ഒടുവിലായിട്ട് വന്ന ഒരു സംവിധായകൻ്റെ പ്രസ്താവന വളരെ വിചിത്രമായിട്ട് തോന്നി. അതായത് ഇത് സെൻസർ ബോർഡിൽ നിന്നായിരിക്കും പോയിരിക്കുക എന്ന് പറഞ്ഞത്. കാരണം ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കറിയാം ഈ സെൻസർ ബോർഡിൽ ഏറ്റവും ഒടുവിലാണ് എത്തുന്നത്. എത്ര കൈമറിഞ്ഞിട്ടാണ് ഇത് സെൻസർ ബോർഡിലെത്തുന്നത്. ഇത് ആദ്യം ഇതിൻ്റെ നമ്പർ തയ്യാറാക്കണം, പിന്നെ ആ വാട്ടർമാർക്ക് കൊണ്ട് സെൻസർ കോപ്പി എന്നുള്ള ഇതൊന്നും സെൻസർ ബോർഡിൽ ചെയ്യുന്നതല്ലല്ലോ, ഇതൊരു സ്റ്റുഡിയോയിൽ ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു സ്റ്റുഡിയോയിൽ ചെയ്തിട്ട് ഇതൊരു സെൻസർ സ്ക്രിപ്റ്റ് എഴുതാൻ ഏൽപ്പിക്കുന്നുണ്ട്, വീണ്ടും കൈമറിയുകയാണ്. അവിടെ നിന്ന് ഇത് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ സജഷൻസ് ചെല്ലുമ്പോൾ അത് അവർ തിരുത്തിക്കൊണ്ടുവരുന്നുണ്ട്. എഗെയിൻ ആ കോപ്പി ഈ പ്രൊഡ്യൂസർ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ തിരുത്തിയതിന് ശേഷമാണ് ഈ സെൻസർ കോപ്പി എന്ന് പറയുന്നത് അവിടെ ഏൽപ്പിക്കുന്നതും അത് സീൽ ചെയ്ത് സൂക്ഷിക്കുന്നതും. ഇതറിയാവുന്ന ഈ സംവിധായകർ എന്തിനാണ് പറയുന്നത് അത് സെൻസർ ബോർഡിൽ നിന്നാണ് പോയതെന്ന്? കാരണം ഇവിടെ എത്രയോ പഴുതുകൾ നമ്മൾ കാണുന്നു ഈ യാത്രക്കിടയിൽ. ഒട്ടേറെ പഴുതുകളാണ്. മിക്സിംഗ് ഉണ്ട്, മിക്സിങ്ങിന് വിധേയമാക്കുന്നു, എഡിറ്റിങ്ങിന് വിധേയമാക്കുന്നു, അങ്ങനെ പല കുറി കൈമാറ്റം. പോകുകയാണെങ്കിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഡയറക്റ്റ്ലി റെസ്പോൺസിബിൾ ആകുക സെൻസർ ബോർഡല്ലേ? അവർക്ക് കൊടുത്ത പിന്നെ പുന്തല്ലേ ആത്യന്തികമായ ഉത്തരവാദിത്വം ഒരുപക്ഷെ എവിടെ എത്തുന്നു? ഓക്കെ, ഞാനിതിനൊരു മറുപടി പറയാം. നമ്മൾ വിചാരിക്കുന്നത് ഈ സെൻസർ കോപ്പി എന്ന് പറയുന്നത് സെൻസർ ബോർഡിൽ മാത്രമേ ഉള്ളൂ എന്നാണ്. ഈ കഴിഞ്ഞ IFFKയുടെ സെലക്ഷൻ കമ്മിറ്റിയിലുണ്ടായിരുന്ന ആളാണ് ഞാൻ. ഞങ്ങൾ 3 പേരായിരുന്നു ജൂറി. അതിൽ 52 മലയാള സിനിമകൾ വന്നതിൽ 3 എണ്ണം സെൻസർ കോപ്പിയാണ് ഞങ്ങളുടെ മുമ്പ് പ്രദർശിപ്പിച്ചത്. അപ്പോൾ നമ്മൾ വളരെ ശക്തമായിട്ട് അവിടെ ഒരു ശുപാർശ കൊടുത്തിട്ടുണ്ട്, ഇനി സെൻസർ കോപ്പിയാണ് കൊണ്ടുവരുന്നതെങ്കിൽ ഇത് സ്വീകരിക്കാൻ പാടില്ല. കാരണം അത് വളരെ അവ്യക്തമാണ്. ഈ ഓരോ റീലും കഴിയുമ്പോൾ എൻഡ് ഓഫ് റീൽ എന്നൊക്കെ എഴുതി കാണിക്കുന്നത്. ഇത് നമ്മളൊരു അവാർഡിനോ ഒരു സെലക്ഷനോ വരിക എന്ന് പറഞ്ഞാൽ ഇത് തികഞ്ഞ നിരുത്തരവാദിത്വപരമായ പെരുമാറ്റമാണ്. അത് ഈ പല പ്രൊഡ്യൂസർമാരും അത്ര നിരുത്തരവാദപരമായിട്ടാണ് പെരുമാറുന്നത്. എന്നിട്ട് ഇത് നഷ്ടപ്പെട്ടു പോകുമ്പോഴേക്ക് ഇങ്ങനെ ആരെയെങ്കിലും കുറ്റവാളിയാക്കാനുള്ള ഒരു വ്യഗ്രതയുണ്ട്. ഇപ്പം ഇതിനെ സംബന്ധിച്ചിടത്തോളം വളരെ വിചിത്രമായ ഒരു അവസ്ഥയാണുള്ളത്. കാരണം നമ്മുടെ ടെക്നോളജി അനുദിനമെന്ന പോലെ വികസിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പുതിയ പുതിയ കുറ്റകൃത്യങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ ചെറുക്കാൻ പുതിയ പുതിയ മാർഗങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. തീർച്ചയായും. ലിബർട്ടി ബഷീർ, അങ്ങനെ ഒരു പിന്തുണ സിനിമാ ലോകത്ത് നിന്നും ലഭിക്കുന്നുണ്ടോ? കാരണം തുടക്കത്തിൽ ഈ അൻവർ റഷീദ് ഒരു പക്ഷേ ഇത്രത്തോളം ഒരു കടുത്ത നിലപാടിലേക്ക് പോയത് പോലും എപ്പോഴാണ് സാഹചര്യങ്ങൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നതെന്ന് അദ്ദേഹം തന്നെ തുറന്നു പറയുന്നുണ്ട്. എന്നിട്ടുകൂടി ഫേസ്ബുക്ക് വഴിയും വാട്സപ്പ് വഴിയും ഇപ്പോഴും ഇത്തരത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്നു. ചെറിയ ക്ലിപ്പുകളായി പോലും ഈ പ്രേമം സിനിമയുടെ ഭാഗങ്ങൾ. എവിടെയാണ് ജാഗ്രതക്കുറവ് സംഭവിക്കുന്നത് എന്ന് താങ്കൾ ഉൾക്കൊള്ളുന്നത് സ്വന്തം പാളയത്തിലെ ഇത്തരത്തിലുള്ള അപസ്വരങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണെങ്കിൽ? പാളയത്തിലേക്ക് അങ്ങനത്തെ അവസരങ്ങളൊന്നുമില്ല. പക്ഷേ പർട്ടിക്കുലർ ഈ കേസിന് അവസരങ്ങൾ ഉണ്ട്. ആരും സഹായിക്കുന്നില്ല. പോലീസിന്റെ ഭാഗത്ത് നിന്ന് സഹായമില്ല. ഡിസ്ട്രിബ്യൂട്ടേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഇന്നുവരെ ഒരു പ്രതികരണം ഉണ്ടായില്ല. ചേംബറിന്റെ ഭാഗത്ത് ഒരു പ്രതികരണം ഉണ്ടായില്ല. ഈ രണ്ടാമത്തെ കാര്യം, ഇപ്പൊ സംസാരിച്ച ഫക്രുദ്ദീൻ ആരെന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഈ നമ്മുടെ സെൻസറിനെ പറ്റി വളരെ മഹിമാവതായിട്ട് ഈ പർട്ടിക്കുലർ പടത്തിന്റെ 2 ദിവസം സീൽ ചെയ്യാണ്ട് ആ സെൻസർ കോപ്പി ആരെ കയ്യിലൊന്ന് അതൊരു സെൻസറായിട്ട് ബന്ധമുള്ളതല്ലേ? സെൻസർ ചെയ്തതിനു ശേഷം ആ കോപ്പി 2 ദിവസം സീൽ ചെയ്യാതെ ആരെ കയ്യിലെന്നൊന്ന് അന്വേഷിക്കും. അന്ന് സീൽ ചെയ്യില്ല. സെൻസർ ഓഫീസർ വ്യക്തമായി ചേർന്ന് പറഞ്ഞാണ് 2 ദിവസം കഴിഞ്ഞാൽ സീൽ വെച്ച് തിരക്ക് കാരണം 2 ദിവസം കഴിഞ്ഞാൽ സീൽ ചെയ്തെന്ന്. അപ്പൊ അവൻ പെൺകുട്ടിയൊന്നും അറിയണ്ടാവില്ല, അവൻ പെൺകുട്ടി പാവായിരിക്കും. പക്ഷേ ആ പർട്ടിക്കുലർ സാധനം ആരെ കയ്യിലുണ്ടായത്? സെൻസർ ഓഫീസറുടെ കയ്യിലുണ്ടാവില്ല ഒരിക്കലും. എത്രയോ പടങ്ങൾ സെൻസർ ചെയ്ത വ്യക്തിയാണ്. അത് അവിടെ സ്റ്റാഫിന്റെ കയ്യിലോ പ്യൂണിന്റെ കയ്യിലോ ഉണ്ടാകാൻ അവിടെ പോയിക്കൂടെ? ലിബർട്ടി ബഷീർ, ദയവായി തുടരുക. കാരണം നമുക്കൊരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. പെട്ടെന്ന് തന്നെ നമ്മൾ മടങ്ങിയെത്തുകയും ചെയ്യും. ദയവായി തുടരുക. അതിന് മറുപടി ഒരുപക്ഷെ വിജയകൃഷ്ണൻ അടക്കമുള്ളവരുണ്ട്. മന്ത്രി സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തായാലും കാരണങ്ങൾ ഇവിടെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നമുക്ക് കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് പ്രേമത്തിന് മാത്രം ഇത്തരത്തിൽ അസ്വാഭാവികത എത്തുന്നു? വിജയകൃഷ്ണൻ, ഇവിടെ താങ്കൾ സെൻസർ ബോർഡിന്റെ പ്രതിനിധി ആയതുകൊണ്ട് കൂടി ചോദിക്കുകയാണ്. കാരണം പല സംശയങ്ങൾ വരുന്നു. കാരണം ഇവിടെ ലിബർട്ടി ചോദിച്ചതുപോലെ മറ്റുള്ളവർ ഉയർത്തുന്ന സംശയം പോലെ എന്തുകൊണ്ട് സെൻസർ ബോർഡിലേക്ക് ഇങ്ങനെ വരുന്ന കാര്യം
പുറത്തു പോകാനുള്ള സാഹചര്യങ്ങൾ എത്രത്തോളം അതിൻ്റെ സങ്കീർණ അല്ലെങ്കിൽ എത്രത്തോളം വ്യാപ്തിയുണ്ട് അത്തരം സാധ്യതകൾക്ക്, അതോ അതുവരെ വരുമ്പോഴുള്ള അതിന് മുൻപോ ഇത്തരത്തിൽ ഏതെങ്കിലും രീതിയിൽ മറിഞ്ഞു പോകാനുള്ള സാധ്യത കൂടി എത്രത്തോളമാണ്? കാരണം പല കടമ്പകൾ ഫക്രുദ്ദീൻ സൂചിപ്പിച്ചതുപോലെ പല ഘട്ടങ്ങളുണ്ട്, അതിൽ കൂടി ഒക്കെ തന്നെ നീങ്ങി വന്ന് സെൻസർ ബോർഡിലേക്ക് എത്തുന്ന ഒരു കോപ്പിയാണ്. ആ ഒരു സാധ്യത എത്രത്തോളമാണ്? അതെ, ആ സാധ്യതയാണ് ഞാൻ വിശദീകരിച്ചത്. അതായത് ആദ്യം തന്നെ അതിൽ സെൻസർ കോപ്പി എന്ന വാട്ടർമാർക്ക് ഇടുന്നത്, നമ്പർ കൗണ്ട് ഇടുന്നത്, ഇതൊക്കെ സ്റ്റുഡിയോയിൽ ചെയ്യുന്നതാണ്. അങ്ങനെ സ്റ്റുഡിയോയിൽ ചെയ്ത ഒരു കോപ്പി പിന്നീട് അതിൻ്റെ സെൻസർ സ്ക്രിപ്റ്റ് എഴുതുന്നു. ഈ സെൻസർ സ്ക്രിപ്റ്റ് എഴുതുന്നതും ചില വ്യക്തികളുടെ കയ്യിലിരിക്കുകയാണ്. അവിടെ നിന്നാണ് സെൻസർ ബോർഡിലേക്ക് കൊണ്ടുവരുമ്പോഴും അത് പ്രൊജക്റ്റ് ചെയ്യുകയാണ് ആദ്യം ചെയ്യുന്നത് ഈ അംഗങ്ങളുടെ മുമ്പിൽ. അപ്പോൾ പ്രൊജക്ഷൻ റൂമുണ്ട്, അവിടെ പ്രൊജക്ഷൻ്റെ ഒരു ഘട്ടം കൂടി കടന്നു പോവുകയാണ്. ഇത് കഴിഞ്ഞിട്ടോ എല്ലാവരും നോക്കിയിട്ട് അതിലെന്തെങ്കിലും കട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് നിർദ്ദേശിച്ചാൽ ആ കട്ട് ചെയ്തിട്ട് തിരിച്ചു കൊണ്ടുവരാൻ. പക്ഷെ അവിടെ ഏതെങ്കിലും ഒരു വഴിക്ക് ഈ പറഞ്ഞ രീതിയിൽ ആരെങ്കിലും ഒക്കെ തന്നെ എന്തെങ്കിലും കോപ്പി ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെ പുറത്തു പോകാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇല്ല, സെൻസർ ബോർഡിലാണ് അത് ഏറ്റവും അപൂർവമായിട്ടുള്ളത്. കാരണം ഇപ്പം ഇങ്ങനെ ഒരു കാര്യം വരുമ്പോൾ ആരെയും നമ്മൾ സംശയത്തിൻ്റെ നിഴലിൽ നിന്ന് ഒഴിവാക്കണ്ടെന്ന് വിചാരിക്കുക. എങ്കിൽ പോലും ഞാൻ ഈ പറഞ്ഞു വന്ന വഴികളിൽ ഒരുപക്ഷെ നഷ്ടപ്പെട്ടാകുന്ന വഴികളുമുണ്ട്. ആ വഴികൾ ഒരുപക്ഷെ ഇന്നിപ്പോൾ ഇത്രയും വിവാദങ്ങളടക്കം വന്നത് പ്രിയദർശനടക്കം പറയുന്നു. പ്രിയദർശനിലേക്ക് കഴിഞ്ഞ ദിവസം നിഴലുകൾ ചൂണ്ടി അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോ അല്ലെങ്കിൽ ഉടമസ്ഥയിലുള്ള സ്റ്റുഡിയോയിലടക്കം പോയി ചെന്നൈയിലും അല്ലെങ്കിൽ തിരുവനന്തപുരത്തും ആ മാർഗങ്ങളിലൂടെയൊക്കെ തന്നെ പോയേക്കാം. അല്ല, പ്രിയദർശൻ ഈ സെൻസർ ബോർഡിലേക്ക് ഇങ്ങനെ വിരൽ നീട്ടാനുള്ള കാരണം എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിലേക്കും ഇത് ചെന്നതുകൊണ്ടാവണം. കാരണം ഏറ്റവും ഒടുവിൽ വരുന്ന ഒരു സംഗതിയാണത്. പക്ഷേ തീർച്ചയായിട്ടും അവിടെയും ഈ തരത്തിലുള്ള അന്വേഷണമാകാമെന്ന് തന്നെ ഞാൻ പറയുന്നു. പക്ഷെ ഞാൻ ഈ പറഞ്ഞതിൽ നിന്നും വ്യക്തമാണല്ലോ എത്രയോ അപൂർവമായിട്ട് ഏറ്റവും ഒടുവിലാണ് അവിടെ വരുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഈ കട്ട് ചെയ്യാൻ, ഇപ്പോൾ ബഷീർ ചോദിച്ചല്ലോ 2 ദിവസം എവിടെയായിരുന്നു, ഇത് കട്ട് ചെയ്യാനോ മറ്റോ ഉണ്ടെങ്കിൽ ഈ പ്രൊഡ്യൂസർക്ക് തന്നെ തിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ ഇതവർ കൊണ്ടുപോയിട്ട് അതൊക്കെ കട്ട് ചെയ്ത് മാറ്റി ഫൈനൽ പ്രിന്റ് കൊണ്ടുവരികയാണ്. അപ്പോൾ ആ വരുന്ന ഫൈനൽ പ്രിന്റിന് മുമ്പ് ഇത്രയും പ്രക്രിയ നടക്കുന്നുണ്ട്. അവർ കൊണ്ടുവരുന്നതാണ് അവസാനത്തെ പ്രിന്റ്. ഇവിടെ എന്തെങ്കിലും ഒരു അസ്വാഭാവികത താങ്കൾ കാണുന്നുണ്ടോ? കാരണം പ്രേമത്തിൻ്റെ കാര്യത്തിൽ, കാരണം പല സിനിമകൾ നമ്മൾ ഒരുപക്ഷെ കോപ്പി ചെയ്യുന്നതും ഒക്കെ കാണാം, തിയേറ്ററിൽ പോയിരുന്ന് കോപ്പി ചെയ്തെടുക്കുന്ന സംവിധാനങ്ങളുണ്ട്. വളരെ കൃത്യമായി വ്യക്തമായ രീതിയിലാണ് പ്രേമം ജനങ്ങളിലേക്ക് എത്തുന്നത്. അവിടെ ഈ പറഞ്ഞ എന്തെങ്കിലും ലോബിയിങ്ങിൻ്റെ ഭാഗമുണ്ടോ, സംശയിക്കുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ ഇതൊരു വിചിത്രമായ ഒരു കേസായിട്ട് തോന്നുന്നു. കാരണം ആർക്കെങ്കിലും ഇങ്ങനെ ഇത് ഒരു വ്യാജൻ പ്രചരിപ്പിക്കണമെങ്കിൽ അതൊരു സെൻസർ കോപ്പിയുടെ ആവശ്യമില്ലല്ലോ. കുറച്ചുകൂടെ വ്യക്തമായിട്ടുള്ളതിനാണല്ലോ കൂടുതൽ സ്വീകാര്യത ലഭിക്കുക. എന്നിരിക്കെ ഈ ഒരു സെൻസർ കോപ്പി തന്നെ പോയതൊരു ബോധപൂർവമാണോ എന്നുള്ള സംശയമുണ്ട് എനിക്ക്. കാരണം അത് പോയത് ഇന്ന സ്ഥലത്ത് നിന്നാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് അതല്ലാതെ ഉള്ളവർക്ക് രക്ഷപ്പെടാനുള്ള ഒരവസ്ഥ ഒരുക്കുക. യെസ്, അവിടെ അങ്ങനെയെങ്കിൽ ഇപ്പോഴത്തെ അന്വേഷണത്തിൻ്റെ ദിശ പരിശോധിച്ചാൽ തൃപ്തികരമാണോ കാര്യങ്ങൾ? അതിനെക്കുറിച്ച് എനിക്ക് വ്യക്തതയില്ല. പക്ഷേ ഇങ്ങനെ ഒരു കാര്യത്തിൽ ഇപ്പോൾ ആദ്യം ഉണ്ടായ അറസ്റ്റൊക്കെ വാസ്തവത്തിൽ വളരെ നിസ്സാരമാണ്. കാരണം അത് ഈ കേസിലെ ഏറ്റവും അടിത്തട്ടിലുള്ള അവരൊന്നും ഇതുമായിട്ട് വലിയ ബന്ധമില്ല. അവർക്ക് കിട്ടിയ ഒരു സംഭവം ഡൗൺലോഡ് ചെയ്ത് കോപ്പി വിറ്റു എന്നുള്ളത് ഇതിന്റെ സ്രോതസ്സാണ് ഒരു പക്ഷേ കണ്ടെത്തേണ്ടത്. ലിബർട്ടി ബഷീറെ, അവസാനമായി താങ്കളോട്, കാരണം ഇവിടെ വിജയകൃഷ്ണൻ ചൂണ്ടിക്കാട്ടിയത് കാണും, പല വഴി നമുക്ക് ഒരുപക്ഷെ സംശയിക്കാം. ഇനിയും താങ്കൾ എന്തായാലും താങ്കളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താങ്കൾ മറച്ചു വെക്കേണ്ടതില്ല. കാരണം അന്വേഷണത്തിന്റെ ദിശയെ കൂടി അത് സഹായിക്കുമെങ്കിൽ തുറന്നു പറയാൻ കഴിയുന്ന താങ്കൾ മനസ്സിലാക്കുന്ന യാഥാർത്ഥ്യം. ഞാൻ ഒറ്റ കാര്യം വിജയകൃഷ്ണനോട് ചോദിച്ചു, എനിക്ക് ആളെ അറിയില്ല ചേട്ടൻ എന്തോ വിജയകൃഷ്ണ, ഞാൻ നിങ്ങൾ സെൻസർ ഓഫീസോട് ഒറ്റ കാര്യം ചോദിക്കണം. ഈ സെൻസർ കഴിഞ്ഞ് നിങ്ങൾ പറഞ്ഞ എല്ലാ പ്രക്രിയയും കഴിഞ്ഞ് ആ കഴിഞ്ഞ ശേഷം ഈ 2 ദിവസം അവരെന്തുകൊണ്ട് ഈ പർട്ടിക്കുലർ സീരീസ് വെച്ചില്ല? ആ ഒറ്റ ചോദ്യം മാത്രമേ എനിക്കുള്ളൂ. 2 ദിവസം നിങ്ങൾ പറഞ്ഞ എല്ലാ പ്രക്രിയകളും അവസാനിച്ച് സെൻസറിന്റെ സർട്ടിഫിക്കറ്റ് കൊടുത്ത് കോപ്പി കൊടുത്ത് അതിന് മേലെ ഒട്ടിക്കുന്ന പേപ്പർ ആ പ്രൊഡ്യൂസറോട് ആദ്യം മുൻകൂട്ടി വാങ്ങിച്ച് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് സീൽ ചെയ്തത്. ആ ഒറ്റ ചോദ്യത്തിന് മാത്രം വിജയകൃഷ്ണനൊക്കെ മറുപടി നന്നായി. യെസ്, ലിബർട്ടി ബഷീറിന്റെ ആ ഒരൊറ്റ ചോദ്യം, അതിനൊരൊറ്റ വളരെ ചുരുക്കി ചെറിയ മറുപടി. കാരണം അദ്ദേഹം ഇപ്പോഴും സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ഒരു കാര്യമാണ്. ആ സംശയം അത് ദൂരീകരിക്കാതെ പോവുകയും ചെയ്യരുത്. അത് എനിക്ക് മനസ്സിലായി. പക്ഷേ അത് മുഴുവൻ ദൂരീകരിക്കാൻ എനിക്ക് കഴിയുമെന്ന് സംശയമുണ്ട്. കാരണം ഈ ഒരു അഡ്വൈസറി പാനൽ മെമ്പർ എന്താണ് ചെയ്യുന്നതെന്ന് ബഷീറിന് നല്ല നിശ്ചയമുണ്ട്. കാരണം അദ്ദേഹം അവിടെ ഇരുന്നിട്ടുള്ള ആളാണ്. അപ്പം നമ്മൾ അവിടെ ഈ കട്ടുകൾ നിർദ്ദേശിച്ചു കഴിഞ്ഞു, അവിടെ നിന്ന് പോവുകയാണ്. അതിനുശേഷം ഇങ്ങനെ കട്ടൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ 4 പേരിൽ ഒരാളുടെ ആവശ്യം മതി ഇത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന്
പരിശോധിക്കാൻ. yes, yes. അങ്ങനെ ഒരാൾ വന്നു കഴിയുന്നു. ഇത് ഇത്രയും കൃത്യമായിട്ട് 2 ദിവസം സീല് ചെയ്തിട്ടില്ലായിരുന്നു എന്നുള്ള അത്രയും അറിവൊന്നും എനിക്കില്ല, ബഷീറിൻ്റെ അത്ര അറിവ് എനിക്കില്ല. അപ്പം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ ഇവരെ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ അത് സീൽ ചെയ്ത് സൂക്ഷിക്കും എന്നുള്ള ഒരു ബോധ്യമാണ് എനിക്കുള്ളത്. ഇതിൽ കൂടുതൽ താങ്കൾ വളരെ വളരെ നന്ദി ശ്രീ വിജയകൃഷ്ണൻ. ഒപ്പം തന്നെ ലിബർട്ടി ബഷീർ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇക്കാര്യത്തിൽ വളരെ സസൂക്ഷ്മമായ അന്വേഷണം വ്യാപിപ്പിക്കും എന്ന പ്രതികരണം ന്യൂസ് ആൻഡ് വ്യൂസിനോട് നൽകിയത്. ഒപ്പം തന്നെ ചർച്ചയിൽ പങ്കെടുത്ത ഫക്രുദ്ദീൻ അലി. പ്രേമത്തിൻ്റെ തീരാത്ത ദുരൂഹതയും ഒപ്പം തന്നെ വിവാദങ്ങളും നിയമത്തിൻ്റെ ദിശയിലുള്ള പോക്കും ഇതായിരുന്നു ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിച്ചത്.